കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവയലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം സംഖ്യാപുസ്തകം 5-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പുരുഷനോ സ്ത്രീയോ മനുഷ്യ സഹജമായ ഏതെങ്കിലും തെറ്റ് ചെയ്ത് കർത്താവിനോടുള്ള വിശ്വസ്തത ലംഘിച്ചാൽ തൻ്റെ തെറ്റ് അവൻ ഏറ്റുപറയണം. മുഴുവൻ മുതലും അതിൻ്റെ 5-1 കൂടി താൻ ദ്രോഹിച്ച വ്യക്തിക്ക് തിരിച്ചുകൊടുത്ത് അവൻ പൂർണ്ണമായ നഷ്ടപരിഹാരം ചെയ്യണം. നഷ്ടപരിഹാരം സ്വീകരിക്കുവാൻ ബന്ധുക്കൾ ആരുമില്ലെങ്കിൽ അത് കർത്താവിന് സമർപ്പിക്കണം. അത് പുരോഹിതനുള്ളതായിരിക്കും. അവനു വേണ്ടി പാപപരിഹാര ബലി അർപ്പിക്കുവാനുള്ള മുട്ടാടിന് പുറമെയാണിത്. പ്രിയപ്പെട്ടവരെ, ഒരു നഷ്ടപരിഹാരത്തെ പറ്റിയാണ് വചനം നമ്മോട് പറയുന്നത്. ഒരു പുരുഷനോ സ്ത്രീയോ മനുഷ്യ സഹജമായ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കർത്താവിനോടുള്ളൊരു വിശ്വസ്തത, ആ സ്നേഹബന്ധം മുറിച്ചാൽ അല്ലെങ്കിൽ അതിൽ വീഴ്ച വന്നാൽ അവർ അവരുടെ തെറ്റ് ഏറ്റുപറയണമെന്ന് വചനം പറയുന്നു. തെറ്റുകൾ ഏറ്റുപറയുവാനുള്ള ഒരു പ്രേരണ കർത്താവ് ആദിമകാലം മുതൽ തന്നെ മനുഷ്യർക്ക് നൽകപ്പെടുന്നുണ്ട്. പിന്നീട് ആ ഏറ്റുപറച്ചിൽ സഭയിൽ ഒരു കൂദാശയായി കർത്താവ് രൂപപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് പഴയ നിയമകാലം മുതൽ തന്നെ ചെയ്തു പോകുന്ന തെറ്റുകൾ ഏറ്റുപറയുവാനുള്ള ഒരു ശക്തി മനുഷ്യർക്ക് ദൈവം എപ്പോഴും നൽകുന്നുണ്ട്. അപ്പോൾ കർത്താവ് എന്തുകൊണ്ടാണ് ആ തെറ്റൊരു വ്യക്തിയെ കൊണ്ട് ഏറ്റുപറയിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ തെറ്റിൻ്റെ ആഴമോ ആ തെറ്റിൻ്റെ രീതികളോ പശ്ചാത്തലമോ ഒന്നും കർത്താവിന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല, മറിച്ച് നമുക്ക് ആ കാര്യത്തിൽ കുറേ കൂടി വ്യക്തത ഉണ്ടാവുകയും ആ തെറ്റിൻ്റെ ഗൗരവം മനസ്സിലായി അത് ദൈവസന്നിധിയിൽ നാം തന്നെ സ്വതന്ത്ര മനസ്സോടുകൂടി സമ്മതിക്കുകയും ചെയ്യുമ്പോൾ ആ കാര്യത്തിന്, നഷ്ടപ്പെട്ടു പോയ ആ ബോധ്യത്തിന് ഒരു പരിഹാരം ചെയ്യുവാൻ കർത്താവിന് സാധിക്കും. അപ്പം അതുകൊണ്ടാണ് ഈ തെറ്റ് ഏറ്റുപറയുവാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നത്. പലപ്പോഴും പല തെറ്റായ വ്യാഖ്യാനങ്ങൾ ഈ പാപം ഏറ്റുപറച്ചിലിനെ പറ്റി സമൂഹത്തിലുണ്ട്. പാപം ഏറ്റുപറയേണ്ട ആവശ്യമില്ല എന്നൊരു ചിന്തയുണ്ട്. എന്നാൽ അങ്ങനെയല്ല. വചനം അസന്നിഗ്ധമായി പറയുന്നത്, ഒരു സ്ത്രീക്കോ പുരുഷനോ മാനുഷികമായ ഏതെങ്കിലും വീഴ്ചകൾ പറ്റിയാൽ, അങ്ങനെ പറ്റാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെ സംഭവിച്ചാൽ അത് പരിപൂർണമായും ഏറ്റുപറയണമെന്ന് വചനം നമ്മെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഏറ്റുപറയുമ്പോൾ ആ തെറ്റിന് ഒരു പരിഹാരമായിട്ട് ആരെയാണോ താൻ ദ്രോഹിച്ചത്, അല്ലെങ്കിൽ ആർക്കെങ്കിലും താനും വഴി എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ മുതലും അതിൻ്റെ 5-1 കൂടി ആ വ്യക്തിക്ക് തിരിച്ചു കൊടുത്ത് പരിപൂർണമായൊരു നഷ്ടപരിഹാരം ചെയ്യണം. നഷ്ടപരിഹാരം സ്വീകരിക്കുവാൻ ബന്ധുക്കൾ ആരുമില്ലെങ്കിൽ അത് കർത്താവിന് സമർപ്പിക്കുകയും അത് പുരോഹിതന് സ്വന്തമായിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു നഷ്ടപരിഹാരം സമർപ്പിക്കാൻ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം ഒരു പശ്ചാത്താപമാണ്. ഒരു തെറ്റ് ചെയ്തു പോയാൽ അതിന്മേലുള്ളൊരു വേദന, അത് പശ്ചാത്താപം. ആ പശ്ചാത്താപം ആ മനസ്സിലിരുന്നാൽ മാത്രം പോരാ, അതൊരു പ്രവൃത്തിയായി പുറത്തേക്ക് വരുന്നതാണ് ഏറ്റുപറച്ചിൽ. കാരണം ഉള്ളിലുള്ള ആ പാപവും ആ സങ്കടവും വേദനയും ഒക്കെ ദൈവത്തോട് ഏറ്റുപറയുന്നു. മൂന്നാമത്തത്, ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ, താൻ മൂലം ആർക്കാണോ കുറവുകൾ ഉണ്ടായത്, വേദനയുണ്ടായത്, പോരായ്മകളും നഷ്ടങ്ങളും ഉണ്ടായത്, ആ വ്യക്തിക്ക് അത് മാനുഷികമായി പറ്റാവുന്ന രീതിയിൽ തിരികെ കൊടുക്കുന്നതും ഒരു ദൈവീകമായ ലക്ഷ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു തലം ഈ പരിഹാരം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് അർഹതയില്ലാത്ത, അല്ലെങ്കിൽ നമ്മളിലൂടെ സ്വരൂപിക്കേണ്ട ആ പാപപരിഹാരം നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ തെറ്റുകൾ ഏറ്റുപറയുവാനും പരിഹാരം അപേക്ഷിക്കുവാനും അങ്ങനെ ഒരു വിശുദ്ധ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുവാനായിട്ടും നമുക്ക് സാധിക്കണം. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ആദർശിച്ചു.